ഇന്ത്യയിൽ ഇപ്പോൾ 3 ടൈപ്പ് സ്മാർട്ട് ഫോൺ ബയേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ക്യാമറ നോക്കി മേടിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട്, പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞ് മേടിക്കുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്, എന്നാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടി മേടിക്കുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്. ഈ മൾട്ടിമീഡിയ എന്ന് ഉദ്ദേശിച്ചത് കോൾ വിളിക്കാനും സോഷ്യൽ മീഡിയ നോക്കാനും സിനിമ കാണാനൊക്കെ മേടിക്കുന്ന വേറൊരു ടൈപ്പ്. അപ്പോൾ ഈ 3 ടൈപ്പ് ആൾക്കാർക്കും എങ്ങനെയൊക്കെയാണ് കറക്റ്റ് സ്മാർട്ട് ഫോൺ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ക്യാമറ നോക്കിയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുക്കുന്നതെങ്കിൽ 3 കാര്യങ്ങൾ മൈൻഡിലേക്ക് വെച്ചേക്കാം. ഒന്ന് പറയുന്നത് ചിപ്പ് സെറ്റ്. സ്മാർട്ട് ഫോണിന്റെ ചിപ്പ് സെറ്റ് എത്ര നല്ലതാവും അത്രയും നല്ലതാവും അതിന്റെ ISP. അപ്പോൾ ഈ ഒരു ISP എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊസസർ എന്ന് മൈൻഡിലേക്ക് വെച്ചേക്കാം. ഈ പ്രൊസസറിനകത്ത് കുറേ കോമ്പോണൻസ് ഉണ്ട്. അതിലൊരു ചെറിയ കോമ്പോണന്റ് ആണ് ഈ ഒരു ISP എന്ന് പറയുന്നത്. ഈ ഒരു ISP എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ ISP-യിലേക്ക് പോകും. അവിടെ ഇത് പ്രോസസ് ചെയ്താണ് നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനിലേക്ക് കാണുന്നത്. അപ്പോൾ അത്രയും മാത്രം ഒരു വർക്കിംഗ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ISP എത്ര നല്ലതാവും അത്രയും നല്ലതാവും നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പ്രോസസിങ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രാൻഡാണ്. ബ്രാൻഡ് മാറുന്തോറും കളർ ടോണിന് ചേഞ്ച് വരും. ഇപ്പോൾ സാംസങ്ങിന് കിട്ടുന്ന ഒരു നല്ല കളർ അല്ലായിരിക്കും ഇപ്പോൾ വൺ പ്ലസോ അല്ലെങ്കിൽ ഓപ്പോന്റെ ഡിവൈസസിനെ കിട്ടുന്ന. ഓപ്പോന്റെ ഡിവൈസസ് മോശമൊന്നുമല്ല, ഓപ്പോന്റെ ബഡ്ജറ്റ് സീരീസ് ഡിവൈസസ് ഇപ്പോൾ വൺ പ്ലസ് നോക്കുകയാണെങ്കിലും റിയൽമി നോക്കുകയാണെങ്കിലും അതിന്റെ ഒന്നും കളർ ടോൺ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം. പിന്നെ സെൽഫി ക്യാമറ പെർഫോമൻസ്, ഈ റിയൽമിയുടെയും വൺ പ്ലസിന്റെയും സെൽഫി ക്യാമറ പെർഫോമൻസ് എന്തിനാണോ അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഫോട്ടോ എടുത്ത ഹൈലൈറ്റ് ഒക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഈ സെൽഫി ക്യാമറാസിലുണ്ട്. ഇപ്പോൾ റിയൽമി നോക്കുകയാണെങ്കിലും വൺ പ്ലസ് നോക്കുകയാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് 30,000 റുപ്പീസിനകത്ത് ഒരു ക്യാമറ പെർഫോമൻസ് കൂടിയ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നേരെ നോക്കുന്നത് പിക്സൽ 6a ആണ്. ബട്ട് അതിൽ പെർഫോമൻസ് ക്യാമറ പെർഫോമൻസ് അടിപൊളിയാണെങ്കിലും വീഡിയോ പെർഫോമൻസ് കൊള്ളത്തില്ല. ഫോട്ടോയുടെ കേസാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാമറ മാത്രം മതിയെങ്കിൽ. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് സാംസങ്ങിന്റെ S21 FE. അത് എക്സിനോസ് ചിപ്സെറ്റ് ആണ്. എക്സിനോസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഹീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സിനോസിനെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. എങ്കിൽ നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് മാത്രം മതി, വേറൊരു പെർഫോമൻസ് ഒന്നും മാറ്റർ ചെയ്യില്ല. നിങ്ങൾ ഗെയിമിംഗ് ചെയ്യാറില്ല, ഗെയിമിംഗ് ഒട്ടും ചെയ്യാറില്ല, എഡിറ്റിംഗ് പോലത്തെ ഹെവി ടാസ്കുകൾ ചെയ്യാറില്ല, ക്യാമറ പെർഫോമൻസ് മാത്രം മതി, S21 FE ഒക്കെ എടുക്കുക. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, സാംസങ്ങിന്റെ കൊറോണ സീരീസ് എക്സിനോസ് ചിപ്സെറ്റ്സ് വരാറുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺസ് ഒന്നും എടുക്കാതിരിക്കുക. ഒട്ടും പെർഫോമൻസ് കാണത്തില്ല, ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് ഡീഗ്രേഡ് ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. പിന്നെ എനിക്കൊരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത്, സ്മാർട്ട് ഫോണിന്റെ സെൻസർ ഏത് ബ്രാൻഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ സോണി ആണെങ്കിൽ മച്ച് ബെറ്റർ ആണ്. സോണിയുടെ സെൻസർ ആണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാമറ നോക്കി ബഡ്ജറ്റ് സീരീസിൽ സ്മാർട്ട് ഫോൺ നോക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഹൈ എൻഡ്, ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒന്നും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫോണോ സാംസങ്ങോ ഒക്കെ നോക്കാം. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഞാൻ മെയിനായിട്ട് പറയുന്നത് സോണിയുടെ സെൻസർ ആണോ എന്ന് ഉറപ്പുവരുത്താം. സോണിയുടെ സെൻസർ ആണെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ട്. ബാക്കിയുള്ള സാംസങ്ങിന്റെ സെൻസർ നോക്കുകയാണെങ്കിലും ബാക്കിയുള്ള പ്രൊവൈഡേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിലും ഫാർ ബെറ്റർ ആണ് സോണിയുടെ സെൻസറിന്റെ കളർ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സോണിയുടെ സെൻസർ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഓൺലൈനിലെ സ്പെക് ഷീറ്റ് വായിച്ചിട്ട് സ്മാർട്ട് ഫോൺ എടുക്കരുത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ ആമസോണിലൊക്കെ സ്പെക് ഷീറ്റ് കൊടുത്തിക്കും. 200 മെഗാ പിക്സലാണ്, 500 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കൊടുത്തിക്കും. സോറി, 500 മെഗാ പിക്സൽ ഇല്ല, 50 മെഗാ പിക്സൽ, 200 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞ് സ്പെക് ഷീറ്റ് തള്ളി വെച്ചിരിക്കും. അതൊന്നും കേട്ട് വിശ്വസിച്ച് പോകരുത്. നിങ്ങളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഓൺലൈൻ റിവ്യൂസ് കയറി നോക്കാം. അതിന്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഓൺലൈൻ പല ചാനലിലും വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സ് നമ്മൾ റെഗുലർലി ചെയ്യാറുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരാണ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് മേടിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെർഫോമൻസ് നോക്കി മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിപ്സെറ്റ് നോക്കാം, പിന്നെ ചാർജിങ് നോക്കാം. ഓക്കെ, ചിപ്സെറ്റും ചാർജിങ് പറഞ്ഞ കാര്യം, നിങ്ങളിപ്പോൾ ഗെയിമിങ്ങോ എഡിറ്റിങ്ങോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് വേണം, പിന്നെ ഒരു നല്ല ചിപ്സെറ്റ് വേണം. ഇപ്പോൾ ഒരു 20,000 റുപ്പീസ് ടു 30,000 റുപ്പീസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 ചിപ്സെറ്റ് എടുക്കുന്നതാണ് മച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും റിയൽമി GT Neo 3T ഒരു ഓപ്ഷനാണ്, പിന്നെ iQന്റെ Neo 6 നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആ രണ്ട് സ്മാർട്ട് ഫോൺസും ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ചാർജിങ് സ്പീഡ് പറഞ്ഞല്ലോ, ചാർജിങ് സ്പീഡ് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ചാർജ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ്ങും പെർഫോമൻസിലെ ചിപ്സെറ്റ് കൂടെ നോക്കി വെച്ചിട്ട് സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാം. എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കിയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും കുഴപ്പമില്ല. മെയിനായിട്ട് ആമലോഡ് ഡിസ്പ്ലേ ഉണ്ടോ നോക്കാം. അപ്പോൾ ആമലോഡ് നോക്കിയതിന് ശേഷം വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഡീസന്റ് ഫാസ്റ്റ് ചാർജിങ്, ഒരു ഗ്ലാസ് ബാക്ക്, അതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അത്യാവശ്യം പ്രീമിയം രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കി സ്മാർട്ട് ഫോൺ എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്, 20,000 ആണെങ്കിൽ ലാവേ Acne 2 നല്ല ഡിവൈസ് ആണ്. പിന്നെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2 നല്ലൊരു ഓപ്ഷൻ ആണ്. ഇപ്പോൾ നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് നോക്കാനാണ്. ഇതെല്ലാം ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺസ് ആണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റിൽ അറിയിക്കുക. ഇത് ബാക്കിയുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ഫോർമോസ്റ്റ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.